Hi my dear students, നിങ്ങളുടെ ശ്രീലക്ഷ്മി മിസ് ആണ്. വെൽക്കം ടു ഏഗൽ ലേണിംഗ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആണ് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്. മാത്രമല്ല നമ്മുടെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 മാർക്കിനും 3 മാർക്കിനും ഒക്കെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. സോ കെമിക്കൽ റിയാക്ഷൻസ് കേൾക്കുമ്പോൾ ടെൻഷൻ അടിക്കേണ്ട. കാരണം ഈ കെമിക്കൽ റിയാക്ഷൻസിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് റിയാക്ഷൻ തന്നാലും അത് ഏത് ടൈപ്പ് ആണെന്നും അവരുടെ പ്രൊഡക്റ്റ് എഴുതാനൊക്കെ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫസ്റ്റ് റിയാക്ഷനിലേക്ക് പോവാം. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്, ആദേശ രാസപ്രവർത്തനമാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനായി നടക്കണമെങ്കിൽ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഇറ്റ് ഹാവ് ടു ബി എ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ. പൂരിത ഹൈഡ്രോകാർബണിൽ മാത്രമേ ആദേശ രാസപ്രവർത്തനം നടക്കത്തുള്ളൂ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ CH4, യെസ്, സിംഗിൾ ബോണ്ട് ആണല്ലേ. മാത്രമല്ല സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ആണ്. ക്ലോറിൻ ആഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്ലോറിൻ Cl2ൽ നിന്ന് ഒരു ക്ലോറിൻ ഹൈഡ്രജന്റെ സ്ഥാനത്തും അവിടെയുള്ള ആ ഹൈഡ്രജൻ ക്ലോറിന്റെ കൂടിയും പോയി നിൽക്കുന്നു അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? CH ഒരു ഹൈഡ്രജൻ പോയപ്പോൾ CH3 ആയിട്ട് മാറി, ക്ലോറിൻ വന്നു അല്ലേ. CH3Cl + HCl എന്ന് കിട്ടി. നമുക്ക് ഇനിയും എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നമുക്ക് കണ്ടക്ട് ചെയ്യാം അല്ലേ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹൈഡ്രജനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ വഴി നമുക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിക്കുന്നു. ഇവിടെ നമുക്ക് എന്താണ് ലഭിക്കുന്നത്? യെസ്, ഇവിടെ നിന്ന് ഒരു ക്ലോറിൻ ഇങ്ങോട്ടേക്കും ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ടേക്കും വരുന്നു. സോ ഫോർമുല എന്തായിട്ട് മാറുന്നു? CH2Cl2 + HCl ആയിട്ട് മാറുന്നു. ക്ലിയർ ആണല്ലോ. ഇവിടെ നമുക്ക് ഇനിയും എന്തുണ്ട്? ഹൈഡ്രജൻ ഉണ്ടല്ലേ. CH2Cl2 + Cl2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നു? ഒരു ക്ലോറിൻ ഇങ്ങോട്ടേക്ക് വരുന്നു, ഒരു ഹൈഡ്രജൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? CHCl3 + HCl എന്ന് കിട്ടി. ഇവിടെ നമുക്ക് ഒരു ഹൈഡ്രജനും കൂടി എന്ത് ചെയ്യാനുണ്ട്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലോറിനെ പിന്നെയും ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ഹൈഡ്രജന്റെ സ്ഥാനത്ത് ക്ലോറിൻ വന്നിരിക്കുന്നു. ഹൈഡ്രജൻ എങ്ങോട്ടേക്ക് പോകുന്നു? ഇപ്പുറത്തുള്ള ക്ലോറിനിലേക്ക് പോകുന്നു. നമുക്ക് എന്ത് കിട്ടുന്നു? CCl4 + HCl എന്ന് ലഭിക്കുന്നു. ഇതേപോലെയാണ് ഏതൊരു എക്സാമ്പിൾസിനും കേട്ടോ നമുക്ക് പറയാം സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഇതാണ്, അഡിഷൻ റിയാക്ഷൻ ആണ്. അഡിഷൻ റിയാക്ഷൻ നടക്കണമെങ്കിൽ അത് എന്തായിരിക്കണം? അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ആയിരിക്കണം, അപൂരിത ഹൈഡ്രോകാർബൺ ആയിരിക്കണം. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ട്രിപ്പിൾ ബോണ്ടോ ഡബിൾ ബോണ്ടോ ഉണ്ടായിരിക്കണം അല്ലേ. ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുകയാണ്. CH ട്രിപ്പിൾ ബോണ്ട് CH, ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഹൈഡ്രജനെ ആഡ് ചെയ്യാണ്. ട്രിപ്പിൾ ബോണ്ട് ഉണ്ടല്ലോ. സോ ഏത് റിയാക്ഷൻ ആണ് നടക്കുന്നത്? അഡിഷൻ റിയാക്ഷൻ ആണ് നടക്കുന്നത്. ഹൈഡ്രജൻ ആഡ് ചെയ്യുന്ന സമയത്ത് ഇതിലുള്ള ഒരു ഹൈഡ്രജൻ ഈ ഒരു ഭാഗത്തേക്കും രണ്ടാമത്തെ ഹൈഡ്രജൻ ഇവിടേക്കും വരുന്നു അല്ലേ. നമ്മളെ 3 ബോണ്ടിൽ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് 2 ഭാഗത്തേക്കും എന്താണ് ചെയ്യുന്നത്? ഹൈഡ്രജനുകൾ അഡിഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? CH2 ഡബിൾ ബോണ്ട് CH2 അല്ലേ. അവിടെ ട്രിപ്പിൾ ബോണ്ടിൽ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഡബിൾ ബോണ്ട് ആയിട്ട് മാറി. ഇതും എന്ത് തന്നെയാണ്? അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ തന്നെയാണ്. ഇതിലേക്ക് ഞാൻ ഇനിയും ഹൈഡ്രജനെ ആഡ് ചെയ്താൽ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു? ഇതിനെ CH3 സിംഗിൾ ബോണ്ട് CH3 എന്ന് ആക്കാൻ സാധിക്കുന്നു അല്ലേ. കാരണം ഈ ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ടേക്കും ഈ ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ടേക്കും വരുന്നു. CH3 സിംഗിൾ ബോണ്ട് CH3 എന്ന് നമുക്ക് ലഭിക്കുന്നു. ഇപ്പോൾ അത് എന്തായി? സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ആയി. ഈ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബണിൽ എനിക്ക് ഇനി അഡിഷൻ റിയാക്ഷൻ ചെയ്യാൻ സാധിക്കൂ? ഇല്ല. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൺലി ഇൻ ട്രിപ്പിൾ ബോണ്ട് ആൻഡ് ഡബിൾ ബോണ്ടിലാണ് അഡിഷൻ റിയാക്ഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റ് എന്താണ്? അഡിഷൻ റിയാക്ഷൻ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസിലാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണെങ്കിൽ എവിടെയാണ് നമ്മൾ സംഭവിക്കുന്നത്? സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസിലാണ് സംഭവിക്കുന്നത്. ഇനി അടുത്ത എക്സാമ്പിളിലേക്കാണ് നമ്മൾ പോകുന്നത്. കമ്പസ്റ്റൻ ഓഫ് ഹൈഡ്രോകാർബൺസ് ഏറ്റവും സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റിയ എക്സാമ്പിൾ ആണ്. ഇവിടെ എന്താണ്? കമ്പൈൻസ് വിത്ത് ഓക്സിജൻ ഇൻ ദ എയർ ടു ഫോം carbon dioxide and water along with heat energy and light energy. ഏത് കമ്പസ്റ്റൻ റിയാക്ഷൻ എടുക്കുകയാണെങ്കിലും റിയാക്ടന്റ് സൈഡിൽ എന്താണ് ചെയ്യുന്നത്? ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് പ്രൊഡക്റ്റ് സൈഡുകളിൽ എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടറും ലൈറ്റ് എനർജിയും ഹീറ്റ് എനർജിയുമാണ് ഉണ്ടാവുന്നത്. ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് നമ്മുടെ മീത്തേൻ CH4 എടുത്തു കേട്ടോ. O2 കൂടി ചേർന്നിട്ട് കമ്പസ്റ്റൻ ആണ്. എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് ഉണ്ടാവുന്നത്? CO2വും അതുപോലെ തന്നെ H2Oയും ഉണ്ടാകുന്നു. ഇത്രയേ ഉള്ളൂ. വേണമെങ്കിൽ നമുക്ക് എന്തെഴുതാം? ഹീറ്റ് എനർജിയും എഴുതാം, ലൈറ്റ് എനർജിയും എഴുതാം അല്ലെ. അതിൽ ഒരു സംശയവും വേണ്ട. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? യെസ്, നമ്മുടെ കമ്പസ്റ്റൻ റിയാക്ഷൻ കിട്ടി. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്താണ്? കമ്പസ്റ്റൻ റിയാക്ഷന്റെ പ്രൊഡക്റ്റ് സൈഡിൽ എപ്പോഴും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ്. എന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ബാലൻസ് ചെയ്ത് എഴുതണം കേട്ടോ. ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നു? 2O2 എന്ന് കിട്ടുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? യെസ്, 2H2 എന്ന് എഴുതുന്നു. അപ്പോൾ ഇവിടെ 4 ഓക്സിജൻ ആയി,
ഇവിടെ നമുക്ക് 2 + 2 4 ഓക്സിജൻ ആയി, 4 ഹൈഡ്രജൻ 1 കാർബൺ ക്ലിയർ ആണ്. ഇനി അടുത്തൊരു എക്സാമ്പിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ എടുക്കുന്നത് C2H4 പ്ലസ് O2 എന്ന് കണ്ടാൽ അത് എന്താണ്? കമ്പസ്റ്റൻ റിയാക്ഷൻ ആണല്ലേ. എനിക്ക് എന്ത് തന്നെയാണ് കിട്ടുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, ലൈറ്റ് എനർജി ആൻഡ് ഹീറ്റ് എനർജി തന്നെയാണ് എനിക്ക് കിട്ടുന്നത്. ലൈറ്റ് ആൻഡ് ഹീറ്റ് എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം അല്ലേ. ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് 2 കാർബൺ ആറ്റമാണ്, ഇവിടെ 1 കാർബൺ ആറ്റമാണ്. ആറ്റങ്ങളുടെ എണ്ണം നമ്മൾ കൗണ്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ബാലൻസ് ചെയ്യുന്നു അല്ലേ. നമ്മൾ ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നു? യെസ്, C2H4 plus 3O2 gives 2CO2 plus 2H2 എന്ന് നമുക്ക് ലഭിക്കുന്നു. ബാലൻസ് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ. ഇവിടെ ബാലൻസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ബ്യൂട്ടൈൻ അല്ലേ, C4H10 ബ്യൂട്ടൈനിന്റെ കമ്പസ്റ്റൻ റിയാക്ഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നമ്മുടെ ലൈവ് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതേപോലത്തെ നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. മാക്സിമം നിങ്ങൾ ഇക്വേഷൻസ് എഴുതി ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും തന്നെയാണ് കിട്ടുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്കാണ്, അല്ലെങ്കിൽ അടുത്ത 3ാമത്തെ ടൈപ്പ് ഓഫ് റിയാക്ഷനിലേക്ക് അല്ല, 4ാമത്തെ ടൈപ്പ് ഓഫ് റിയാക്ഷനിലേക്കാണ് തെർമൽ ക്രാക്കിംഗ്. തെർമൽ ക്രാക്കിങ്ങിന്റെ പ്രത്യേകത എന്താണ്? ഒരു ഹയർ മോളിക്കുലർ മാസ് ഉള്ള കോമ്പൗണ്ടിനെ ലോവർ മോളിക്കുലർ മാസ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു അല്ലേ. തന്മാത്ര ഭാരം കൂടുതലുള്ള ഹൈഡ്രോ കാർബണിനെ തന്മാത്ര ഭാരം കുറഞ്ഞതാക്കി മാറ്റുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ പ്രൊപ്പെയിൻ എടുക്കുകയാണെ, CH3 CH2 CH3. പ്രൊപ്പെയിനിൽ നമ്മൾ തെർമൽ ക്രാക്ക് ചെയ്യുമ്പോൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ ഇല്ലാതെ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പ്രൊപ്പെയിൻ കഷ്ണങ്ങളായിട്ട് 2ആയിട്ട് മാറുന്നു. ഏതൊക്കെയാണ് മാറുന്നത്? ഈത്തീൻ, CH2 ഡബിൾ ബോണ്ട് CH2ഉം അതുപോലെ തന്നെ മീത്തീനുമായിട്ട് മാറുന്നു. ഇവിടെ ശ്രദ്ധിക്കാം, തെർമൽ ക്രാക്കിംഗ് വഴി ഉണ്ടാവുന്ന പ്രൊഡക്റ്റുകളിൽ ആൽക്കെയിനും ഉണ്ടാവും, സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണും ഉണ്ടാവും, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ഉണ്ടാവും. ഇവിടെ നോക്കിക്കേ, ആൽക്കെയിനുമുണ്ട്. പരീക്ഷയ്ക്ക് ഈ ഒരു എക്സാമ്പിൾ ചോദിക്കും. അതുപോലെ ചോദിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ ഹെപ്റ്റൈൻ്റെത്. ഹെപ്റ്റൈൻ എന്ന് പറഞ്ഞാൽ 7 കാർബൺ ആറ്റം ആണല്ലേ. അത് ബ്രേക്ക്, തെർമൽ ക്രാക്കിംഗ് ചെയ്യുമ്പോൾ ബ്രേക്ക് ആകുമ്പോൾ എന്തായിട്ട് മാറുന്നു? ബ്യൂട്ടൈനും പ്രൊപ്പീനുമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനലിലേക്കാണ് പോകുന്നത്, പോളിമറൈസേഷൻ. പോളിമറൈസേഷന്റെ പ്രത്യേകത എന്താണ്? യെസ്, സിമ്പിൾ മോളിക്യൂൾസ് കമ്പൈൻ ടു ഫോം എ കോംപ്ലക്സ് മോളിക്യൂൾസ് അല്ലെ. ചെറിയ ഒരേ മോളിക്യൂൾസ് ആവാം, അല്ലെങ്കിൽ വ്യത്യാസമാവാം കേട്ടോ. നമുക്ക് പഠിക്കാനുള്ളത് 3 പോളിമറൈസേഷൻ ആണ്. ചെറിയ മോളിക്യൂൾസ് കൂടി ചേർന്നിട്ട് എന്താണ് ഉണ്ടാവുന്നത്? യെസ്, നമ്മുടെ പോളിമർ ഉണ്ടാവുന്നു അല്ലെ. ഇവിടെ നോക്കിക്കേ, ചെറിയ ഈത്തീൻ മോളിക്യൂൾസ് കൂടി ചേർന്നിട്ട് നമുക്ക് എന്താണ് കിട്ടുന്നത്? പോളി ഈത്തീൻ ആണ് കിട്ടുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ സ്ട്രക്ചർ വരയ്ക്കാം? പോളിത്തീൻ്റെത് വരച്ചു നോക്കാം. ഈത്തീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് CH2 ഡബിൾ ബോണ്ട് CH2 അല്ലെ. ഇതിനെ നമ്മൾ എങ്ങനെയാണ് പോളി ഈത്തീൻ ആക്കി മാറ്റുന്നത്? യെസ്, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് n നമ്പർ ഓഫ് ഈത്തീൻ മോളിക്യൂൾസ് എടുക്കുന്നു. n നമ്പർ ഓഫ് ഈത്തീൻ മോളിക്യൂൾസ് കൂടി ചേർന്നിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? പോളി ഈത്തീൻ കിട്ടുന്നു അല്ലേ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? CH2 സിംഗിൾ ബോണ്ട് CH2. ഇവിടെയുള്ള ഡബിൾ ബോണ്ടിലെ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? കണക്ഷൻ ആയിട്ട് ബോണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നു അല്ലേ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളി ഈത്തീൻ എന്ന് പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, CH2 ഡബിൾ ബോണ്ട് CH2 ആണ്. ഇവിടെ N എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് പോളിമറൈസേഷൻ ആണ്. അടുത്ത എക്സാമ്പിൾ ആണ് പോളിവിനൈൽ ക്ലോറൈഡ്. അതിന് വിനൈൽ ക്ലോറൈഡ് നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? CH2 ഡബിൾ ബോണ്ട് CHCl ആണ് എന്ത് വരുന്നത്? വിനൈൽ ക്ലോറൈഡ് വരുന്നത്. പോളിമറൈസേഷൻ റിയാക്ഷൻ എഴുതണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? N, ഇറ്റ് ഈസ് കമ്പൽസറി അല്ലേ. N എന്ന് എഴുതുന്നു. അതേപോലെ പ്രൊട്ടക്ട് സൈഡിൽ സ്ക്വയർ ബ്രാക്കറ്റ് വരയ്ക്കുന്നു. താഴെ നമ്മൾ N എന്ന് എഴുതുന്നു. ഇനി എന്താ ചെയ്യേണ്ടത്? CH2 ഡബിൾ ബോണ്ട് സ്ഥാനത്ത് സിംഗിൾ ബോണ്ടും ബാക്കിയെല്ലാം അതേപോലെ എഴുതുന്നു അല്ലേ. ഇനി 2 സൈഡിലേക്ക് നമ്മൾ ബോണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. നമുക്ക് എന്ത് കിട്ടി? PVC കിട്ടി, പോളിവിനൈൽ ക്ലോറൈഡ് കിട്ടി. ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇക്വേഷനിലേക്കാണ് ടെഫ്ലോൺ അല്ലെ. ടെഫ്ലോണിന്റെ മോണോമർ എന്ന് പറയുന്നത് ടെട്രാഫ്ലൂറോ ഈത്തീൻ ആണ്. നമ്മൾ ആദ്യം CH2 ഡബിൾ ബോണ്ട് CH2 എഴുതിയേ, രണ്ടാമത് CH2 ഡബിൾ ബോണ്ട് CHCl എന്ന് എഴുതി. ഇവിടെ എന്താണ് വരുന്നത്? CF2 ഡബിൾ ബോണ്ട് CF2 എന്നാണ് വരുന്നത്. ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കാം കേട്ടോ. അപ്പോൾ പോളിമറൈസേഷൻ റിയാക്ഷൻ എഴുതണമെങ്കിൽ നമ്മൾ N എന്ന് എഴുതുന്നു. യെസ്, സ്ക്വയർ ബ്രാക്കറ്റ് വരയ്ക്കുന്നു. താഴെ നമ്മൾ N എന്ന് എഴുതി കൊടുക്കുന്നു. CF2 സിംഗിൾ ബോണ്ട് CF2 നമ്മൾ എന്ത് ചെയ്യുന്നു? 2 സൈഡിലേക്കും ബോണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? ടെഫ്ലോൺ കിട്ടിക്കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, ബേസിക് അല്ലെ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേറെ ഒരുപാട് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. എന്താണ് തന്നിരിക്കുന്നത്? യെസ്, ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് തന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോയിന്റുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഇത്
ഒന്ന് എന്ത് ചെയ്യുക, സ്വന്തം വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഞാൻ ഒന്നുകൂടി പറയുന്നു, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണെങ്കിൽ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിലാണ് നടക്കുന്നത്, പൂരിത ഹൈഡ്രോ കാർബണിലാണ് നടക്കുന്നത്, സിംഗിൾ ബോണ്ട് അടങ്ങിയ ഹൈഡ്രോ കാർബണിലാണ് നടക്കുന്നത്. അഡിഷൻ റിയാക്ഷൻ ആണെങ്കിൽ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ, അപൂരിത ഹൈഡ്രോ കാർബൺസിലാണ് ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും വേണം. കമ്പസ്റ്റൻ റിയാക്ഷൻ ആണെങ്കിൽ റിയാക്ടന്റ് സൈഡിൽ നമുക്ക് ഓക്സിജനും പ്രൊഡക്റ്റ് സൈഡിൽ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ് ലഭിക്കുന്നത്. ടോമൽ ക്രാക്കിംഗ് ആണെങ്കിൽ വലിയൊരു കോമ്പൗണ്ടിനെ കഷ്ണമാക്കി നമ്മൾ ചെറുതാക്കുകയാണ് ചെയ്യുന്നത്. ആ പ്രൊഡക്റ്റ് സൈഡിൽ നമുക്ക് ആൽക്കീനും ഉണ്ടാവും ആൽക്കീനും ഉണ്ടാവും. ഇനി അഞ്ചാമത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് പോളിമറൈസേഷൻ ആണ്. പോളിമറൈസേഷൻ റിയാക്ഷനിൽ ഇറ്റ് ഈസ് വെരി നോട്ടബിൾ അല്ലേ. അപ്പൊ ഇത്രയും പോയിന്റുകൾ നിങ്ങൾ ഓർത്തിരുന്നാൽ 100% ഉറപ്പാണ് ഇവിടെ നിങ്ങൾക്ക് 4 മാർക്ക് നേടാൻ സാധിക്കും. സോ ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഈ ഒരു കോണ്ടന്റ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ വാല്യുബിൾ കമന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സെറ്റ് ആണെങ്കിൽ സെറ്റ് ആണെന്ന് പറയാം കേട്ടോ. ഇതേപോലെയുള്ള കോണ്ടന്റ് വീഡിയോസ് കാണാം. Until then, bye bye.